വെൽക്കം ടു ട്രൈഡ്റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ 2 ദിവസം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ എത്തി നിൽക്കുന്നത് ഓൾ ടൈം ഹൈയുടെ ഒരു വിക്ക് റിജക്ഷൻ ഏരിയയിലായിരുന്നു. ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നന്നായിട്ട് താഴോട്ടേക്ക് ഇറങ്ങി ഇപ്പോൾ നിൽക്കുന്നത് ഒരു അടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. അതായത് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുക്കാൻ വന്നതാണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ ഇപ്പൊ കറന്റ് മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. ഇത് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വൺ ഡേ ചാർട്ട് എടുത്തത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കീ ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് വരുന്ന ദിവസമാണ്. FOMC സ്റ്റേറ്റ്മെന്റ്, ഫെഡറൽ ഫണ്ട് റേറ്റ്സ്, ഈ 2 ന്യൂസും വരുന്ന ഇന്ത്യൻ സമയം രാത്രി 11:30-ക്കാണ്. ഫെഡറൽ ഫണ്ട്സ് റേറ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കാം. പ്രീവിയസ് 4.50 ആണ്, ഫോർകാസ്റ്റും 4.50 ആണ്. അതായത് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് ഫോർകാസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. പക്ഷെ ആക്ച്വൽ ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് നോക്കിയാൽ കാണാം, ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഇപ്പൊ ഈ കാണുന്ന ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാവുന്നത്. അതേ സമയത്ത് തന്നെയാണ് FOMC സ്റ്റേറ്റ്മെന്റ് വരുന്നത്. സ്റ്റേറ്റ്മെന്റിന്റെ ഫിഗറുകൾ നമുക്ക് കിട്ടണമെങ്കിൽ ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ന്യൂസിന്റെ ഇമ്പാക്റ്റ് എല്ലാം അപ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രണ്ടും ഒരേ സമയത്ത് തന്നെ വരുന്ന ന്യൂസാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. വൺസ് ഒരു ഡയറക്ഷൻ തന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൊമെന്റും കിട്ടുന്ന ഒരു ന്യൂസാണ്. അപ്പൊ ഡയറക്ഷൻ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ അത്യാവശ്യം മോശമല്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ 50 മിനിറ്റ്സിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3426-240, അതുപോലെ 3459-150 ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇവിടെ. ഇത് നോക്കിയാൽ കാണാം. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വീണ്ടും ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇപ്പൊ നിൽക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മളൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3368-250, അതുപോലെ 3331.420 ആണ് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഇതുപോലെ തന്നെ അടുത്തത് താഴെ ഒരു നല്ലൊരു അടുത്ത ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിന്റെ പ്രൈസ് റേഞ്ച് 3296.940, അതുപോലെ തന്നെ 3264.120 ഇതാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത്രയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഒരുപക്ഷെ ഇവിടേക്ക് താഴോട്ടേക്കൊക്കെ വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഈ കഴിഞ്ഞ 2 ദിവസത്തെ റാലിയാണ് ഇവിടെ നിന്ന് ഇവിടം വരെ സ്ട്രോങ് ആയിട്ടുള്ള റാലി ആയിരുന്നു. ആ റാലി താഴോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞ്, അതായത് ഈ ഒരു ലെവലിലേക്കൊക്കെ ഇറങ്ങി വന്ന് ഒരുപക്ഷെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. എനിവേ വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഇതാണ്. ഇനിയുള്ളത് മാർക്ക് ചെയ്യാനുള്ള ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അത് 3500 ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിൽ ആദ്യത്തെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്നാണ്. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്നാണ് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിച്ച് ചിലപ്പോൾ 2 ക്യാൻഡിലുകൾ അല്ലെങ്കിൽ 2 സിഗ്നലുകൾ വന്നിട്ട് നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ ആയിരിക്കും ഇവിടുന്ന് കിട്ടുന്നുണ്ടാവുക. നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. അതിനു മുന്നേ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി വരാം. അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവല് 50 മിനിറ്റ്സിൽ അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ആ ലെവൽ എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ഏരിയ. ആ റെസിസ്റ്റൻസ് ഏരിയയെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3403,
അതുപോലെ തന്നെ 3390 ആണ് വരുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാനുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പുൾ ബാക്ക് എടുക്കാനായിരിക്കും മിക്കവാറും ഇറങ്ങുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടേക്കാണ്. അതിനു മുന്നേ നമുക്ക് എന്തെങ്കിലും 50 മിനിറ്റ്സിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള റേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. നോക്കിയാൽ കാണാം ഇതൊരു നല്ലൊരു റേഞ്ച് ആണ്. 50 മിനിറ്റ്സിൽ സപ്പോർട്ട് റേഞ്ച് ആണത്. അപ്പോൾ അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു റേഞ്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3319, അതുപോലെ 3301.600 ആണ് ആ റേഞ്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഒരു കൺഫർമേഷൻ എടുത്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സെൽ എൻട്രി എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലിൽ അവസാനിക്കേണ്ടതാണ്. ഈ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വന്നാലാണ് പറഞ്ഞത് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് വീണ്ടും മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അതിനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, മുകളിലോട്ട് പോകാനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല കൺഫർമേഷനോട് കൂടി ഒരു ട്രേഡ് എടുക്കാം. അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ആയിരിക്കും മുകളിലോട്ട് പോകുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ നിന്നൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ, അതായത് ഈ റേഞ്ചിൽ നിന്നൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ലെവലാണ്. ഈ ലെവലും കഴിഞ്ഞാൽ പിന്നെ ഓൾ ടൈം ഹൈ ആണ് ടാർഗറ്റ്. അങ്ങനെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ 3560 ആൻഡ് 3550 വരെയൊക്കെ റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഏരിയാസും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്കൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം എൻട്രികൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിക്കൊണ്ട് തന്നെ ട്രേഡ് എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.